ഇപ്പോൾ അതുല്യയുടെ പിതാവ് നമുക്കൊപ്പമുണ്ട്. അതുല്യയുടെ പിതാവ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം. ഇപ്പോൾ അതുല്യയുടെ ഹസ്ബൻഡ് സതീഷിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് പ്രതികരണം? സതീഷ് ഒരു കൊലപാതകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമല്ലോ. അത് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസ് അവന് വേണ്ടുന്ന അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് കേരള പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ എന്റെ മകളെ നീചമായി കൊല ചെയ്തതിന് അവന് ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി എല്ലാവരും നമുക്ക് സഹായിക്കണമെന്ന് ഇക്കാര്യത്തിൽ ഞാൻ പറയുകയാണ്. കുഞ്ഞിനെ അവന് 10 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്നതാണ്. എന്റെ മകളുടെ നിലവിളി ശബ്ദം മാത്രമേ ഞാൻ 10 വർഷമായിട്ട് ഫോണിൽ കൂടെ കേട്ടിട്ടുള്ളൂ. ഞാനൊരു പ്രവാസിയായിരുന്നു. വിദേശത്ത് നിൽക്കുമ്പോൾ എന്നെ കോള് വിളിച്ചാലും അവളുടെ സങ്കടം, കരച്ചിൽ, അവന്റെ മർദ്ദനം, അവന്റെ ഇടി ഇട്ടിക്കൊണ്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. അവൻ ഇടിക്കുന്നത് ചവിട്ടുന്നു. ഞാൻ ലൈവിൽ വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ഇടിക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവളെന്നെ വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്നിട്ട് തലക്കടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ എത്ര വർഷങ്ങളായിട്ട് എന്റെ മകളെ അവൻ പീഡിപ്പിക്കാൻ തരും മദ്യപിച്ചിട്ട്. ഇവനെ മാതൃകാപരമായി ശിക്ഷിച്ച് ഈ സമൂഹത്തിന് ഇങ്ങനെയുള്ള ഇനിയൊരു കുഞ്ഞുങ്ങൾക്ക്, ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവന് കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന് പ്രതിയെ കൈമാറും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. എല്ലാ തെളിവുകളും സതീഷിനെതിരായിരുന്നു അല്ലേ? അതെ, തെളിവുകളല്ലല്ലോ, ഇതെല്ലാം സത്യങ്ങളല്ലയോ. ഇവൻ ചെയ്ത പ്രവർത്തനമെല്ലാം തെളിവുകളായിട്ടല്ല എനിക്ക് തോന്നിയത്. സത്യങ്ങളല്ലേ ഇവൻ ചെയ്തതെല്ലാം. അവളെ ഒഴിവാക്കാൻ, പക്ഷെ ആ കുഞ്ഞിനെ അറിയത്തില്ലായിരുന്നത്. കുഞ്ഞ് നിഷ്കളങ്കായ കുഞ്ഞാ. ഇവനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. അവളെ ഒഴിവാക്കാനായിട്ട് തന്നെയായിരുന്നു മദ്യപിക്കുക, അവളെ ഉപദ്രവിക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവന് എത്ര വർഷം കൊണ്ട് തുടർന്നാണെന്നോ എന്റെ മകളെ അവൻ ഇഞ്ചിഞ്ചായി കൊന്നതാണ് എന്നാ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അവന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് മാതൃകാപരമായിട്ട് സമൂഹത്തിന് ഒരു പാഠമായിരിക്കണം ഇത്. ഇവനെ പോലുള്ളവർ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ, ഓരോ കുഞ്ഞിന്റെയും ജീവൻ സൂചനകൾ അതുല്യ നേരത്തെ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ അതെ അച്ഛൻ, നേരത്തെ അതുല്യ ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അനുവദിക്കില്ലായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മളങ്ങനെ ഒരിക്കലും അവന്റെ കൂടെ വിടത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും അവനിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ളൂ ഈ ഉപദ്രവങ്ങൾ കൊണ്ട്. പക്ഷെ എന്തുകൊണ്ടോ